നമസ്കാരം. ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. അബ്ദുൽ നാസർ മഅ്ദനി പ്രതിയായ ബാംഗ്ലൂർ സ്ഫോടന കേസ് 4 മാസത്തിനകം അന്തിമവാദം പൂർത്തിയാക്കി വിധി പറയണമെന്ന് സുപ്രീം കോടതി. കേസ് പരിഗണിക്കുന്ന വിചാരണ കോടതിക്ക് ജസ്റ്റിസ് എം സുന്ദരേഷ് അധ്യക്ഷനായ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. കേസിലെ പ്രതിയായ താജുദ്ദീൻ നൽകിയ ഹർജിയിലാണ് നിർദ്ദേശം. കേസിലെ 28ാം പ്രതിയാണ് താജുദ്ദീൻ. 2009 അറസ്റ്റിലായ താൻ കേസിലെ 16 വർഷമായി വിചാരണ പൂർത്തിയാക്കാതെ താൻ ജയിലിലാണെന്ന് കാട്ടിയാണ് താജുദ്ദീൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച കോടതി സാക്ഷി വിസ്താരമടക്കം വിചാരണ നടപടികൾ പൂർത്തിയായ സാഹചര്യത്തിൽ വേഗത്തിൽ അന്തിമവാദം വിധി പറയണമെന്ന് നിർദ്ദേശിച്ചത്. താജുദ്ദീനായി അഭിഭാഷകൻ ഡോക്ടർ അലക്സ് ജോസഫാണ് കേസിൽ ഹാജരായത്. കേസിലെ 28ാം പ്രതിയാണ് താജുദ്ദീൻ. കേസിലെ 31ാം പ്രതിയായ അബ്ദുൽ നാസർ മഅ്ദനിക്ക് നേരത്തെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. 2008 ബംഗളൂരിൽ നടക്കിയ സ്ഫോടന പരമ്പര നടന്നത്. കേസിലാകെ 33 പ്രതികളാണുള്ളത്. താജുദ്ദീനായി അഭിഭാഷകരായ സുപ്രിയ വർമ്മ, അൽബിന സെബാസ്റ്റ്യൻ, സംഗീത എം ആർ ധ്രുവി എന്നിവരും ഹാജരായി.